അനുഗ്രഹ പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനുഗ്രഹ പൂമഴ പൊഴിയൂ, അനവരതം കൃപ ചൊരിയൂ. അനശ്വരരാം ജഗദീശ, അനുപമ സ്നേഹാംബുധിയേ, അനുഗ്രഹ പൂമഴ പൊഴിയൂ. അഖിലവുമലിവാൻ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അഖിലവുമലിവാൻ തീർത്തവനേ, അനുദിന കൃപയാൽ നയിപ്പവനേ. അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. അവികല ജീവൻ ഉറവിടമേ, അതുലതയാമയനേ. അനുഗ്രഹ പൂമഴ പൊഴിയൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഏറ്റവും സുന്ദരമായ അനുതാപത്തിൻ്റെ പ്രാർത്ഥന കർത്താവേ കരുണ തോന്നണേ എന്നാണ്. നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, പാദനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ, വാഴുന്ന ക്രിസ്തുവാമീശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉദ്ബോധിതരായി അങ്ങയെ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കാൻ ധൈര്യപ്പെടുന്നു. ദത്തുപുത്രന്റെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങനെ വാഗ്ദാനത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമാ ജീവിച്ചു വാഴുന്ന കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
ഒന്നാം വായന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് 19-ാം അധ്യായം. അക്കാലത്ത് ഏലിയ ഹോറബ് മലയിലെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക, അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്തുനിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുമ്പിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങളിൽ ചൊരിയണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസാക്ഷിയും ക്രിസ്തുവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറ അനുസരിച്ച് തന്നെ ഇനി കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവരും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രയേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അധ്യായം 14 വാക്യങ്ങൾ 22 മുതൽ. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴേക്കും അവനവിടെ തനിച്ച് ആയിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതമെന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, യേശു പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവൻ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം നമ്മുടെ എല്ലാ പാപബന്ധങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പത്രോസ് കടലില് മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ സുന്ദരമായൊരു പ്രാർത്ഥന പത്രോസ് ചൊല്ലുന്നുണ്ട്. കർത്താവേ, രക്ഷിക്കണമേ. ലോർഡ് സേവ് മീ, ലോർഡ് സേവ് മീ. എന്നെ രക്ഷിക്കണമേ ദൈവമേ. ഭാവിയിൽ ആദ്യത്തെ മാർപ്പാപ്പയാകാൻ പോകുന്ന പത്രോസാണ്. സഭയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടത് പത്രോസിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി കർത്താവ് ഒരുക്കുകയാണ് പത്രോസിനെ. സഭയിൽ ഏതെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ബലപ്പെടുത്തുന്ന കർത്താവ്. വെള്ളത്തിന്റെ മീതെ നടന്നവനാണ് പത്രോസ്. യേശുവിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്തപ്പോഴൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു. സാധാരണ പോലെ അദ്ദേഹത്തിന് വെള്ളത്തിന് മീതെ നടക്കാൻ സാധിച്ചു. പക്ഷെ യേശുവിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്തുകൊണ്ട് കാറ്റിനെയും തിരമാലകളെയും കൊടുങ്കാറ്റിനെയും ഒക്കെ നോക്കിയപ്പോ പത്രോസ് ഇതാ
താഴേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുദിനമുള്ള വാർത്തകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ആത്മഹത്യകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ കരുത്തില്ലാത്ത മക്കള്. ഒരു സൈക്കിള് വാങ്ങിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന പയ്യനെ എനിക്കറിയാം. പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞ് നിരാശ പിടിച്ച ജീവിതം, കടബാധ്യത, രോഗപീഠകള്, പ്രേമിച്ച പുരുഷൻ ചതിച്ചു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത പെണ്ണിനെ എനിക്കറിയാം. ജീവിതം ഇത്ര നിസ്സാരമാണോ പ്രിയപ്പെട്ടവരെ? സ്രഷ്ടാവായ ദൈവം തന്റെ സാദൃശ്യത്തിലും ഛായയിലും നമ്മെ സൃഷ്ടിച്ചു. ചോര കൊണ്ടവൻ നേടിയെടുത്തു നമ്മളെ. ജീവിതം അത്ര നിസ്സാരമാണോ? ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ തകർന്നു പോകേണ്ടവരാണോ നമ്മള്? ഇനി ചിലരുണ്ട് മദ്യപാനത്തിൽ പോയി വീഴും. അവരെയും നശിപ്പിക്കുന്നു, കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നു. കൂട്ടുകാരെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ കൂട്ടുകാര് രക്ഷിക്കും. ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ നമുക്കറിയാം, കൂട്ടുകാരുണ്ടായിരുന്നു പണമുള്ളത് വരെ. കയ്യിലുള്ളതെല്ലാം ചെലവായി കഴിഞ്ഞപ്പോൾ അവരവരുടെ പാട് നോക്കി. പന്നിക്ക് കൊടുക്കുന്നത് അവിടെങ്കിലും തിന്നാൻ ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ട്. പന്നിക്ക് കൊടുക്കുന്നത് അവിടെങ്കിലും വാരി വാരി തിന്ന് വയറ് നിറക്കാൻ ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലര് വല്ലാത്ത തിരക്കില് ഉൾപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ നോക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിത പ്രശ്നങ്ങൾ നേരിട്ട വിശുദ്ധ വചനത്തിലെ ചില പുണ്യ വ്യക്തികളെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, തോബിത്തിന്റെ പുസ്തകത്തില് സാറ. അവൾ 7 വിവാഹം കഴിഞ്ഞവളാണ്. ആദ്യ രാത്രി തന്നെ ഭർത്താക്കന്മാർ കൊല്ലപ്പെടുന്ന അനുഭവം തോബിത്തിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നു. ഒരു പെങ്കൊച്ച് എത്രയോ പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹത്തിന് ഒരുങ്ങുന്നത്. എത്രയോ തകർച്ചയുടെ, ഒത്തിരി വേദനയുടെ അവസ്ഥയാണ് സാറയ്ക്കിത്. 7 ഭർത്താക്കന്മാരും ഒരു പിശാചിനാല് കൊല്ലപ്പെട്ടു. കൂടെയുള്ളവര് പറയുന്നുണ്ട്, ഘാതകി, കൊലപാതകി, നീയല്ലേ ഓരോ ഭർത്താക്കന്മാരെയും കൊല്ലുന്നത്? ഹൃദയവേദന കൊണ്ട് വചനം നമ്മോട് പറയുന്നു, തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് അവള് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെ അവള് സ്വന്തം പിതാവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്ത എൻ്റെ അപ്പൻ വേദന കൊണ്ട് മരിക്കും. വചനം പറയുന്നു, അവൾ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിലേക്ക് തിരിയുന്ന സാറ. അവിടെയാണ് പ്രിയപ്പെട്ടവരെ റാഫേൽ മാലാഖ കടന്നു വരുന്നതും അവൾക്ക് സുന്ദരമായ ഒരു വിവാഹം ഒരുക്കുന്നതും. രണ്ടാമത്തെ പുണ്യജീവിതം പ്രിയപ്പെട്ടവരെ ഹന്നയുടെ ജീവിതമാണ്. സാമുവേലിന്റെ അമ്മ ഹന്ന. ഒരു കുഞ്ഞില്ലാതെ വിഷമിക്കുമ്പോ, എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോ, പ്രശ്നങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോ ഹന്ന ദേവാലയത്തിൽ പോയി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഏലി പുരോഹിതൻ പറയുന്നില്ലേ, അടുത്ത വർഷം മോളെ നീ ഇവിടെ വരുമ്പോ നിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കും.
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം. വീണ്ടും മൂന്നാമത്തെ പുണ്യജന്മം ജോബിൻ്റെ തന്നെയാണ്. എല്ലാം ഉണ്ടായിട്ട് എല്ലാം നഷ്ടപ്പെടുമ്പോ എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഞാൻ കർത്താവിനെ സ്തുതിക്കുമെന്ന് പറയുന്ന ജോബ്. ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ എന്ന് ചോദിക്കുന്ന ജോബ്. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന പുണ്യ വ്യക്തികളെയാണ് പറഞ്ഞു തന്നത്. ഒന്ന് സാറ, 2 അന്ന, 3 ജോബ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കഷ്ടതയുടെ നാളുകളിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടെ എന്നെ രക്ഷിച്ചു. കഷ്ടതയുടെ നാളിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടെ എന്നെ രക്ഷിച്ചു. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. മുറുകെ പിടിക്കണം. പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. പ്രിയമക്കളെ, കർത്താവ് ശക്തനായ ദൈവം, എൻ്റെ വിജയകരമായ വലത് കൈ നിന്നെ താങ്ങി തുണച്ചിരിക്കുന്നു. ആ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം, നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താം. ഈ ബലിയിൽ നമുക്ക് തുടർന്ന് ഈ നിയോഗത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും ശിക്ഷപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലം സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ഗ്രഹങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനോട് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസിനികളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ഈശോയെ, എല്ലാ രോഗികളെയും അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജ്ഞാനസ്വരൂപനായ ദൈവമേ, പഠിക്കുന്ന എല്ലാവർക്കും ജ്ഞാനവും ബുദ്ധിയും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശ്രീ ബെന്നി പുന്നത്തറ സാറിനെയും ഷാലോം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉയർപ്പും ജീവനുമായ യേശുവേ, മരിച്ചുപോയ ഏവർക്കും സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഈ കാലയളവിലെ
മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ, കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോട് ചേർക്കണമേ, എന്നെ നീ സ്വന്തമാക്കണമേ. നിൻ സ്നേഹബലിയോട് ചേർക്കണമേ, എന്നെ നീ സ്വന്തമാക്കണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമ തീരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കരുണ്യവാനായ കർത്താവേ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്യുന്ന അങ്ങേ സഭയുടെ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ,
ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോട് അങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഉദ്ധിതനാകുമേശു മഹേശൻ സ്വർഗത്തിലെത്തി തന്നാത്മാവിനെ ശിക്ഷഗണത്തിന് ശക്തിയേകിടുവാൻ വാഗ്ദാനം ചെയ്തയച്ചുവല്ലോ. അഗ്നിയിലാത്മാവിൽ അഭിഷിക്തരായവർ പ്രേക്ഷിതരായെങ്ങും പോയിടുവാ. ആകയാലമോദ വൈപ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാ ദിവ്യപ്രതാപനാം അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പ്രവേശിക്കുകയാണ്. പത്രോസിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും രക്ഷിക്കുന്ന ഒരു ദൈവം, മുറിവേറ്റ കരങ്ങൾ രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലിയുടെ പ്രധാന ഭാഗത്തേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവേശിക്കാം. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടന്നൊറ്റിക്കൊടുക്കപ്പെട്ട് മനസ്സാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൃപകളും കൊണ്ട് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ മാർപ്പാപ്പയെയും കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യാസികളെയും അൽമായ സഹോദരങ്ങളെയും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങ് എത്തിക്കണമേ. മരിച്ചു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമുക്കോർക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും മരിച്ചുപോയ എല്ലാവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഈ ബലിയിലൂടെ നമുക്ക് ലഭിക്കേണ്ട
അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമകൽപ്പനോദ്ബോധിതരായും ദിവ്യോപദേശാൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം, സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്ന് മോചരാകുകയും എല്ലാ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞങ്ങൾക്ക് തരുന്നെന്ന് അരുൾ ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് ഞങ്ങളെല്ലാ കുടുംബങ്ങൾക്കും ലോകം മുഴുവനും അങ്ങയുടെ സമാധാനവും രക്ഷയും സൗഖ്യവും നൽകാൻ കനിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ
ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളായ നാം ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖം നേടുവാൻ. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നിത്യരക്ഷയിലേക്ക് നമ്മെല്ലാവരെയും നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ബലിയിൽ ഭക്തിയോടെ പങ്കെടുത്ത എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.